ഇനി കോട്ടയത്തേക്ക് പോകുമ്പോൾ കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടിയ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർ ചലനങ്ങൾക്ക് വഴിയൊരുക്കിയേക്കും. ഇടത് വോട്ടുകൾ ചോർന്നുവെന്ന് മാണി ഗ്രൂപ്പിന്റെ വിലയിരുത്തലുണ്ട്. യഥാർത്ഥ കേരള കോൺഗ്രസ് തങ്ങളാണെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്നാണ് PJ ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞത്. 87,000 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയക്കൊടി പാറിച്ചത്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ ജയം UDFന്റെ മധുര പ്രതികാരമായി. മുന്നണി വിട്ട് എതിർപ്പാളയത്തിൽ പോയ ജോസ് കെ മാണിക്കും കൂട്ടർക്കും കനത്ത തിരിച്ചടി നൽകിയ വിജയമെന്നും UDF കരുതുന്നു. തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ പ്രശ്നങ്ങൾ ഫ്രാൻസിസ് ജോർജിന്റെ ജയത്തോടെ മറികടക്കാൻ UDFനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും സാധിച്ചു. പാർട്ടിയുടെ നിലനിൽപ്പിന് പോലും കരുത്തു പകരുന്ന ജയമെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. അത് കേരള കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും വലിയ വിജയമായി കാണുന്നു. തീർച്ചയായിട്ടും യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, ജനങ്ങൾ അംഗീകരിച്ചു. അതേസമയം ജോസ് കെ മാണി വിഭാഗം ക്യാമ്പിൽ പരാജയം സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. പരമ്പരാഗതമായി തുണച്ച ക്രൈസ്തവ വോട്ടുകൾ നഷ്ടമായി. LDF വോട്ടുകളിൽ ചോർച്ചയുണ്ടായതും തോൽവിക്ക് കാരണമായി. ഇടത് കോട്ടയായ വൈക്കത്ത് കഴിഞ്ഞ തവണ LDFന് ലഭിച്ച 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇക്കുറി 5,000-ൽ താഴെ എത്തിയത് കാണിച്ചാണ് വോട്ട് ചോർച്ച മാണി ഗ്രൂപ്പ് ഉന്നയിക്കുന്നത്. സർക്കാർ വിരുദ്ധ വികാരം സംസ്ഥാനത്താകെ ആഞ്ഞടിച്ചെന്നും പാർട്ടി വിലയിരുത്തുന്നു. MP ഇല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യസഭാ സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കാനാണ് നീക്കം. കോട്ടയത്തെ ജനവിധി സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്ത് തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണണം. തോൽവിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന അതൃപ്തി മുന്നണി മാറ്റ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.